ഹലോ, എല്ലാവർക്കും കിച്ചൂട്ടൻസ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂർഗ് മൈസൂർ ട്രാവൽ വ്ളോഗാണ്. ആദ്യം തന്നെ വരട്ടെ, ഹസ്ബൻഡിൻ്റെ കസിൻ്റെ ഫാമിലിയുടെ കൂടിയാണ് നമ്മൾ ട്രിപ്പ് പോയത്. ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു ട്രിപ്പാണ്. എവിടത്തേക്കാണ് പോകേണ്ടത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കൂർഗ് പിടിച്ചാലോ, കണ്ണൂരിൽ നിന്ന് കുറച്ച് അടുത്തായതുകൊണ്ട് കൂർഗ് പിടിച്ചാലോ എന്ന് പറയുകയും അങ്ങനെ എല്ലാവർക്കും സമ്മതമാവുകയും അങ്ങനെ നമ്മൾ കൂർഗിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ആദ്യം തന്നെ പോയത് കൂർഗിൽ നിന്നൊരു 6 കിലോമീറ്റർ ദൂരെയുള്ള ഗ്ലാസ് ബ്രിഡ്ജിലെ മടിക്കേരി ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. പാപ്പീസ് ബ്രിഡ്ജ് എന്നാണ് അതിൻ്റെ പേര്. നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കുട്ടികൾ അതിൽ കയറോ എന്നുള്ളതിൽ. പക്ഷേ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആദ്യം ചെറിയൊരു മടി കാണിച്ചെങ്കിലും പേടി ഉണ്ടായിരുന്നെങ്കിലും വലിയ പ്രശ്നമില്ലാണ്ട് അവർ കയറി. കുട്ടികളെ എടുക്കാൻ പറ്റില്ല, അത് തന്നെയാണ്. അപ്പോൾ വെയിറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കുട്ടികളെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാലും അവർ ആദ്യമൊക്കെ ഒരു ഡൗട്ട് അടിച്ച് കിച്ചൂട്ടനൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും പിന്നെ പ്രശ്നമില്ല, പിന്നെ അവർ ഹാപ്പിയായി. നമ്മളങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് 200 രൂപയാണ് അവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫീ ഒന്നുമില്ല. 15 പേരെ കടത്തിവിടും. പിന്നെ അവർ തിരിച്ച് വന്നതിന് ശേഷം അടുത്ത 15 പേരെ. നമ്മൾ കയറുന്നതിന് തൊട്ട് മുന്നേ വരെ നല്ല മഴയൊക്കെ ആയിരുന്നു. നമ്മൾ കയറേണ്ട സമയമാകുമ്പോഴേക്ക് മഴയൊക്കെ പോയി നല്ലൊരു ക്ലൈമറ്റായി. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു തെളിഞ്ഞൊരു കാലാവസ്ഥയായി. ഇടയ്ക്കിടയ്ക്ക് അവരത് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഉള്ളത് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രശ്നമില്ലാതെ ഇവിടെ പോയി. സൗത്ത് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് കർണാടകയിലെ ആദ്യത്തെ. 32 മീറ്റർ ലെങ്ത്താണത്. പക്ഷെ അത് അത്ര വലിയ ഹൈറ്റ് ഇല്ല, എന്നാലും പ്രശ്നമില്ല. അങ്ങനെ നമ്മളവിടുന്ന് തിരിച്ചു. അത്ര വലിയ പേടി ഉണ്ടായിരുന്നില്ല അതിൽ കയറുമ്പോൾ. പിന്നെ അവിടെ നമ്മൾ തിരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോയത് നിസർഗധാം ദ്വീപിലേക്കാണ്. അവിടെ തൂക്കുപാലമുണ്ട്, കാണുന്നില്ല? തൂക്കുപാലം നല്ല മനോഹരമായിട്ടുള്ള, അങ്ങനെ നല്ല ഒരുപാട് അങ്ങനെ ആടിക്കളിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്ര പേടി ഉണ്ടായിരുന്നില്ല. എല്ലാത്തിലും ഫസ്റ്റ് കയറുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. പിന്നെ കുട്ടികൾ അവർ നല്ല ഹാപ്പിയാണ്. നല്ല മുളങ്കാടുകളുണ്ട്, പച്ചയും മഞ്ഞയും ഒക്കെ കലർന്ന നല്ല ഇലകളൊക്കെയുള്ള നല്ല കൂളിംഗ് എഫക്റ്റാണ്. നല്ല രസമാണ്. ഓരോരോ കെട്ടുകളായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച പോലെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ മുളങ്കാടുകൾ കാണാം. നല്ല രസമാണ്. ഇങ്ങനെ മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്നും നമുക്കൊരു ഭാഗ്യം ഉണ്ടായി. നമ്മൾ പോകുന്ന സമയത്ത് മഴ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് തൂക്കുപാലം ഇത് കയറുമ്പോൾ ഒരു ചെറിയൊരു ഞാൻ ആദ്യമായിട്ട് കയറുന്നതാണ്, അതുകൊണ്ടൊരു ചെറിയൊരു. പിന്നെ അവിടെ ഒരു എറുമാടമുണ്ട്, അവിടെ കയറി. സിപ്പ് ലൈനും ഡിയർ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ പോയില്ല. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരുപാട് കൊത്തുപണികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കൂർഗിലെ ആൾക്കാരുടെ ജീവിത രീതിയും വസ്ത്രധാരണമൊക്കെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നമ്മൾ ഹോട്ടലിലേക്ക് പോയി. പിന്നെ മൈസൂരാണ് സൂവിനടുത്തുള്ള ഹോട്ടലിൽ തന്നെയാണ് റൂം എടുത്തത്. നമ്മൾ വൈഫുമാർ ഭക്ഷണം കഴിക്കുകയാണ്. ഭർത്താക്കന്മാർക്ക് ഡ്യൂട്ടി കൊടുത്ത് കുട്ടികളെ നോക്കാൻ വേണ്ടി. പിന്നെ പിറ്റേ ദിവസമായി, രണ്ടാമത്തെ ദിവസം. അങ്ങനെ പോയത് സൂവിലേക്കാണ്. സൂവിൽ പോയിട്ട് ഈ മൃഗങ്ങളൊക്കെ ഇങ്ങനെ അടുത്തുനിന്ന് കാണാൻ പറ്റി. അത് തന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ 64 ഏക്കർ 158 ഏക്കറിലാണ് ഇവിടെ പരന്ന് കിടക്കുന്ന സൂ ആണ്. ശ്രീ ചാമരാജ വോഡയാർ സുവോളജിക്കൽ ഗാർഡനാണ്. എൻട്രി ഫീസ് 100 രൂപയാണ്. പിന്നെ പറയാനുള്ളത്, ഓരോരോ മൃഗങ്ങൾ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കുട്ടികൾക്ക് നല്ല ഉത്സാഹമായിരുന്നു. അടുത്തുനിന്ന് ഇങ്ങനെ കാണാമല്ലോ, പ്രത്യേകിച്ച് ഓരോരോ മൃഗങ്ങൾ ഇങ്ങനെ കാണാമല്ലോ. പിന്നെ അവരവിടെ നിന്ന് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി, ഓടിച്ചാടി കളിക്കാൻ. ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ 158 ഏക്കർ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പരന്ന് കിടക്കില്ലേ, അവിടെ ഇങ്ങനെ ഓടിച്ചാടി കളിച്ചു. 125 വർഷം പഴക്കമുണ്ട് അതിന്. അങ്ങനെ നമ്മൾ പോയത് പിന്നെ പാലസിലേക്കാണ്. കിച്ചൂട്ടിനൊക്കെ നല്ല അടിപൊളിയായിട്ട് പോസ് ചെയ്ത്, പൊതുവേ അങ്ങനെ പോസ് ചെയ്ത് നിൽക്കുന്ന കൂട്ടത്തിലല്ല, എന്നാലും ഇടയ്ക്കൊരു ഓരോരോ ഫോട്ടോ കിട്ടിയ ഭാഗ്യം. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നല്ല രസമായിരുന്നു നടന്ന് കാണാൻ വേണ്ടിയിട്ട്. കൊത്തുപണികളും ശില്പങ്ങളൊക്കെ ആയിട്ട് അത്ഭുതം തോന്നും. പണ്ടുള്ളവരുടെയൊക്കെ ഇങ്ങനെ അവരുടെ കരവിരുതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതമായിരിക്കുമല്ലോ. അങ്ങനെ അവിടെയൊക്കെ ചുറ്റിക്കണ്ട് ഫോട്ടോസൊക്കെ, എവിടെ പോയാലും ഫോട്ടോസ് മുഖ്യം ബിഗിൽ. ഫോട്ടോസൊക്കെ എടുത്തിങ്ങനെ അവിടെ നിന്ന് ഇതെല്ലാം കണ്ടില്ലേ, ഓരോ കൊത്തുപണികളും. ഇത് അമ്പാരിയാണ്. കർണാടകയിലെ ഉത്സവമായ ദസറയുടെ സമയത്ത് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ഒരു അമ്പാരി, അതിൻ്റെ പിക്ചറാണത്.
അത് സ്വർണ്ണത്തകിടിലാണ്. 750 കിലോമീറ്റർ ഭാരമൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പാലസിന് വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ശരിക്കും വിഷമമായി. കാരണം ട്രിപ്പ് കഴിയാറായല്ലോ എന്നുള്ളൊരു വിഷമം, തിരിച്ച് വരണ്ടേ. അങ്ങനെ നമ്മൾ അവിടുന്ന് മെല്ലെ പുറപ്പെടുകയാണ് ചെയ്തത്. ഇത്രയാണ് നമ്മുടെ മൈസൂർ കൂർഗ് ട്രിപ്പ് എന്ന് പറയുന്നത്. എന്തായാലും ട്രിപ്പ് പോകുമ്പോൾ ഉള്ള ഉത്സാഹം തിരിച്ചു വരുമ്പോൾ എന്തായാലും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ 2 ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് തിരിച്ചു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. എന്നാലേ ഇനിയും എനിക്ക് ഇതുപോലെ വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനമാവുള്ളൂ. അപ്പോൾ ഓക്കെ.